ഞാൻ നമ്മുടെ ചിതാറിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി വരുന്നത് ഇതാട്ടോ. ഇതും ഭയങ്കര വെറൈറ്റി കളറാണ്. ഒരു ബ്രൗണും പിന്നെ ചെറുതായിട്ടൊരു എവിടെയും ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഒരുപാടല്ല, ചെറുതായിട്ട്. എല്ലാം നല്ല ഷെയ്ഡ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. കാരണം ഇതിൻ്റെ അകത്ത് 10 ഷെയ്ഡ്സോളം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് കാണിച്ചു പോകും. നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുത്താൽ മതി. വേറെ അങ്ങനെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇന്ന നമ്പർ ഇത്രാമത്തേതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബാർകോഡ് ക്ലിയർ ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ അവൈലബിലിറ്റി വാട്സപ്പിലോട്ട് കിട്ടിക്കോളും. ഇല്ലെങ്കിൽ ലിങ്കിൽ കയറിയിട്ട് ബൈനോ കൊടുത്താൽ മതി. അതിലും വാട്സപ്പിലോട്ട് തന്നെയാണ് നിങ്ങൾക്ക് അവൈലബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്പർ Y574, റേറ്റ് സെയിം ആണ്. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക്, അതായത് ഒനിയൻ പിങ്കും പീച്ചൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. നല്ല കളറാട്ടോ. അപ്പോൾ ഇതിനും വേറെ വ്യത്യാസമൊന്നുമില്ല. പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. ബാക്ക് സൈഡ് കൂടെ നോക്കിയേക്കാവേ സെയിം ആട്ടോ. പ്രിന്റ് മൊത്തത്തിൽ തന്നെയാണ് പോയേക്കുന്നത്. ബാട്ടിക്കിൻ്റെ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ്. നമ്പർ വരുന്നത് Y575, റേറ്റ് 940. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാട്ടോ. ചിലരുടെ ഫോണിൽ കുറച്ചൊരു ഭയങ്കര തെളിച്ചം പോലെ കാണിക്കും. ഓവർ തെളിച്ചോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സിമ്പിളായിട്ട് ഡെയിലി യൂസിന് പറ്റുന്ന അങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡ്സിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഭയങ്കര ലൈറ്റും അല്ല, എന്നാൽ ഭയങ്കര ഡാർക്കും അല്ലാത്ത ഷെയ്ഡ്സ് ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല കളേഴ്സ് ആട്ടോ എല്ലാം. ചിലരുടെ ഫോണിൽ ഇങ്ങനെ കുറച്ച് തെളിച്ച കൂടുതൽ കാണിച്ചെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോട്ടോ എടുത്തപ്പോൾ ചിലത് ഇങ്ങനെ ഭയങ്കര തെളിച്ച കൂടുതൽ പോലെ തോന്നിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഒരുപാട് ഭയങ്കര തെളിഞ്ഞ് ഭയങ്കര ഓവർ കളറൊന്നും അല്ല. നല്ല ലൈറ്റ്, ഇതൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ്, ചെറുതായിട്ടൊന്ന് പീച്ചൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ Y576, റേറ്റ് 940. ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാട്ടോ. ഇത് സെയിം പ്രിന്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് കുറച്ച് ലൈറ്റായിട്ടും ദുപ്പട്ടയിലോട്ട് വരുന്നൊരു കുറച്ച് ഡാർക്ക്, കുറച്ച് എവിടെ ഒരു ഓറഞ്ച് കളറോടെ മിക്സ് ആയിട്ടാണ് കയറുന്നത്. ഒരുപാട് ഓവറല്ല കേട്ടോ. സെയിം തന്നെയാണ് ടോൺ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് നമുക്ക് ആ ഡൈയിങ്ങിന് ഡിഫറൻസ് വരുന്നതിലും ചെറിയൊരു വേരിയേഷൻ വന്നതേ ഉള്ളൂ. പക്ഷെ നല്ല കേട്ടോ, നല്ല യെല്ലോ ഷെയ്ഡാണ്. ഇതാ ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ നമ്പർ Y573, റേറ്റ് 940. ഒരു ഡസ്റ്റി ഓറഞ്ച് കളറാട്ടോ. ഭയങ്കര ഡസ്റ്റി അല്ല, ഓറഞ്ചിൻ്റെ കുറച്ചിങ്ങനെ ലൈറ്റ് ഷെയ്ഡാണെന്ന് അത് പറയാൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. ഒരുപാട് ഡസ്റ്റി ആയിട്ട് അങ്ങനെ ഇങ്ങനെ മങ്ങി നിൽക്കുന്ന സൈസ് കളറല്ല. ഇതും വെറൈറ്റി ആയിട്ട് നിൽക്കുന്നൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഏത് കളറാണെങ്കിലും നിങ്ങൾക്ക് എടുത്താൽ നല്ലതാണ്. ഒരുപാട് അങ്ങനെ ചേരാത്ത സൈസ് കളേഴ്സ് ഒന്നുമില്ല. എല്ലാം തന്നെ എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സാണ്. നമ്പർ Y580, റേറ്റ് 940. ഓക്കെ, ലാസ്റ്റ് കളർ വരുന്നത് ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഡസ്റ്റി ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഇങ്ങനെ മങ്ങിയതല്ല കേട്ടോ. എന്നാലും ഗ്രീൻ്റെ തന്നെ ലൈറ്റർ ഷെയ്ഡാണ്. ഇതിലും എന്താണെന്നറിയോ, ഇതിൽ കുറച്ച് ഇങ്ങനെ ഒരു ബ്രൗൺ പോലത്തെ ഷെയ്ഡ്സ് ഇങ്ങനത്തെ മോഡലിൽ, അതായത് ഈ ഒരു മെറ്റീരിയൽ എല്ലാത്തിലും മിക്സഡായിട്ട് ബ്രൗൺ വീവിങ് കൂടെ വരുന്നുണ്ട്. ഇത് കാണാവോ? എന്താ ഈ ഒരു ത്രെഡിൽ നോക്കിയാൽ മതി. ചെറിയ ബ്രൗൺ വീവിങ് കൂടെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്കൊരു കറക്റ്റ് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡല്ല. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സിനും അതങ്ങനെ മിക്സഡ് കളറായിട്ടാണ് വരുന്നത്. നമ്മൾ സിൽക്കിലൊക്കെ വരുന്ന പോലെ തന്നെ ഇങ്ങനത്തെ മോഡൽ തന്നെ സിൽക്കും ഉണ്ട്. ആ ഒരു മോഡൽ വരുന്ന ആയതുകൊണ്ടാണ് മിക്സഡ് കളർ കിട്ടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കറക്റ്റ് ഭയങ്കര ബ്രൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിട്ട് കണക്ക് കൂട്ടരുത്. ഇങ്ങനെ മിക്സഡ് ടൈപ്പ് കളറിലാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് ഏകദേശം ലുക്ക് വരുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്പർ Y581, റേറ്റ് 940 മാത്രമേ 940.